എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണെന്നറിയോ? ജീവിച്ചു വളർന്ന സമയത്ത് എന്നെ ഒരുത്തനും തിരിച്ചറിഞ്ഞില്ല. ഞാൻ ജനിച്ചതറിഞ്ഞില്ല, എൻ്റെ ബാല്യം അറിഞ്ഞില്ല, എൻ്റെ കൗമാരോ യൗവനോ ഒന്നും അറിഞ്ഞില്ല. ചത്തുപോകുമ്പോ ഒരു കഥയുടെ പേരിൽ എന്നെ ഓർക്കണം. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ബാഗ് വാങ്ങിയത് തൊട്ടപ്പുറത്തെ പറമ്പിൽ ഒരു കല്യാണ മണ്ഡപമാണ്, അനാഥ മന്ദിരത്തിലെ തൊട്ടപ്പുറത്തെ കല്യാണ മണ്ഡപമാണ്. ആ കല്യാണ മണ്ഡപത്തിൽ ഭക്ഷണം കഴിച്ചിട്ട് പോയത് പാത്രവും ആ ടേബിളൊക്കെ കഴുകി കൊടുത്ത്, അല്ലെങ്കിൽ ആ മുറി മുഴുവൻ കഴുകി കൊടുത്ത പൈസക്കാണ് ആദ്യമായിട്ട് 10ാം ക്ലാസ്സിലെത്തുമ്പോൾ ഞാനൊരു ബാഗ് വാങ്ങുന്നത്. ഒരു ഇടതുപക്ഷ അനുഭാവിയായിട്ട് പോലും യുവതാര ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ പോലുള്ള ഫെസ്റ്റിവലുകളിൽ കെ രതീഷിന്റെ മുഖം കാണാനുണ്ടായിട്ടില്ല. അപ്പൊ അതിനുള്ള ലളിതാണ്. ഇന്നേ വരെ എൻ്റെ കഥയിൽ ഒരിടത്ത് പോലും ഇടത് ആശയങ്ങൾക്ക് വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ മനുഷ്യവിരുദ്ധമായിട്ട് ഒന്നും ഉണ്ടായില്ല. ദൈവങ്ങൾ വന്നിട്ടില്ല. എൻ്റെ ഇത്രയും കഥകളിൽ ദൈവമില്ല എന്നുള്ളതാണ്. ജാതി വന്നിട്ടില്ല. മതത്തിൻ്റെ പേരിൽ അഹങ്കരിക്കുന്ന ഒരു കഥാപാത്രമില്ല. പരിസ്ഥിതിയെ എൻ്റെ കഥ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിൻ്റെ യുവതാര ലിറ്ററേച്ചർ ഫെസ്റ്റ് എനിക്ക് അർഹതയുണ്ട് എന്ന് ഞാൻ വല്ലാതെ പിന്നെ മനസ്സിലായി. അതൊന്നും അർഹതയൊന്നും അല്ല, അതൊക്കെ വേറെ ആൾക്കാർക്കുള്ളതാണ്. ഞാൻ എൻ്റെ കഥയിൽ മാത്രം തുടർന്നാൽ മതി. ഇവിടെ വിളിച്ചില്ല എന്നുള്ളതിൻ്റെ പേരിൽ പൊട്ടിത്തെറിക്കുകയോ നിരാശപ്പെടുകയോ ചെയ്യാനുണ്ടെന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ഇന്ന് ഡയലോഗ് പീഡിയയിൽ മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട എഴുത്തുകാരൻ കെ എസ് രതീഷിനൊപ്പമാണ്. കെ എസ് രതീഷ് എന്ന എഴുത്തുകാരൻ്റെ ചെറുകഥാലോകത്തിലേക്കുള്ള കാൽവെപ്പ് ഏത് സമയം മുതലായിരുന്നു? അത് എങ്ങനെയായിരുന്നു? കഥ എഴുതിയ കാലഘട്ടത്തെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പലപ്പോഴും എനിക്കൊരു വ്യക്തമായ ഉത്തരം പറയാൻ കഴിയില്ല. കാരണം ഞാൻ എഴുതി തുടങ്ങിയത് വളരെ കുട്ടിക്കാലത്തെ എഴുതിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേപ്പറിൽ എഴുതിയെന്നല്ല. ഞാനൊരു അനാഥ മന്ദിരത്തിലാണ് പഠിച്ചത്. ആ സമയത്ത് എല്ലാ മക്കളും ഈ വെക്കേഷൻ ആകുമ്പോൾ ആരെങ്കിലും വന്ന് എന്ത് ചെയ്യും, കൊണ്ടുപോകും. തമിഴ്നാടിൻ്റെ അതിർത്തിയായ ഗ്രാമമായുള്ള പന്തയിൽ നിന്ന് എൻ്റെ അമ്മയ്ക്ക് ഒരിക്കലും വരാൻ കഴിഞ്ഞിട്ടില്ല. വരാൻ കഴിയാത്തത് കൊണ്ട് തന്നെ എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോകാത്തതിനെ പറ്റി ആകുലതയില്ല. കാരണം 3 നേരം ഭക്ഷണം കിട്ടും. അവിടുത്തെ കുക്കിനെ കാണാതെ കഴിയണമെന്നേ ഉള്ളൂ. പുള്ളി ഈ കൈ മുറുക്കി തലയ്ക്ക് തല്ലും. അത് മാത്രമേ ഉള്ളൊരു പേടി. പക്ഷെ 3 നേരം ഭക്ഷണം കിട്ടും, പഠിക്കണ്ട, ഇങ്ങനെ കുളിക്കണ്ട, ആ മൂത്രമണത്തോടൊപ്പം നടക്കാം, ഒരു പ്രശ്നമില്ല. പക്ഷെ ഇത് കഴിഞ്ഞു വരുമ്പോൾ, അവധി കഴിഞ്ഞ് ഓരോ കുട്ടി വരുമ്പോഴും അവർ വീട്ടിലെ കഥകൾ ഇങ്ങനെ പറയും. അത് കേട്ടപ്പോഴാണ് ഇത് പറ്റില്ലല്ലോ, ഭയങ്കര വേദനിപ്പിക്കുന്നു. അവരുടെ അച്ഛനെ പറ്റി പറയുന്നു, അമ്മയെ പറ്റി പറയുന്നു, അവരുടെ നാട്ടിലെ ഓണപ്പന്ത് കളിച്ചതിനെ കുറിച്ച് പറയുന്നു, വെള്ളത്തിൽ കുളിച്ചതിനെ പറ്റി പറയുന്നു. അപ്പോൾ ഞാനും എൻ്റെ കൂടെ ഒരു കുട്ടിയും കൂടെ ഉണ്ട്. അവൻ്റെ അച്ഛൻ അമ്മയെ ചുട്ടു കൊന്നതാണ്. അപ്പം ഞങ്ങൾ രണ്ടുമാണ് കഥയില്ലാത്ത മനുഷ്യർ. അപ്പോൾ കണ്ടെത്തിയ ഒരു പുതിയൊരു ഐഡിയ ആണ്, ഇവർക്ക് പറയാമെങ്കിൽ ഇതുപോലത്തെ കഥ എനിക്കും പറയാം. എന്നെ എടുത്തോണ്ട് നടക്കാത്ത അച്ഛനെ വിൻസെന്റ് എന്ന സിനിമാ നടനേക്കാൾ സുന്ദരനായിട്ട് ഞാൻ അവതരിപ്പിച്ചു അമ്മയുടെ മുന്നിൽ. പിന്നെ നെയ്യാറ്റിലിറങ്ങി ചീങ്കണ്ണിയെ കല്ലെറിഞ്ഞു കൊന്നതും, കുഞ്ഞു ചീങ്കണ്ണിയെ കല്ലെറിഞ്ഞു കൊന്നതും, പിന്നെ വലിയ കട്ടള മീൻ പിടിച്ചതും, അമ്മ ദൈവപുര ഉത്സവത്തിൽ കൊണ്ടുപോയതും, അമ്മ ഭക്ഷണം ഉണ്ടാക്കി തന്നതും, ഞങ്ങളുടെ വീടിൻ്റെ കോൺക്രീറ്റ് വാർപ്പായിരുന്നതും, അന്ന് വീട് പോലും ഇല്ല, ഒരു ടാർപ്പയും, പിന്നെ ഒരു ടാർപ്പയെന്ന് പറയാൻ പറ്റില്ല, പഴയ കുറേ ചാക്കും സാധനമൊക്കെ വെച്ചിട്ട് കെട്ടിവെച്ച സാധനം, പുല്ല് വിരിച്ചിട്ട് അതിൻ്റെ പുറത്തുള്ള പരിപാടിയാണ്. അതിന് ഭയങ്കര സുന്ദര വീടായിട്ടൊക്കെ അവതരിപ്പിച്ച് 2ാമത്തെ നിലയിൽ കയറി റബ്ബർ ഷീറ്റ് ഉണക്കായിട്ടതൊക്കെ ചുമ്മാ പറഞ്ഞു. ഞാൻ നോക്കുമ്പോൾ കുറേ പൊട്ടന്മാർ ഇത് വിശ്വസിച്ചു. അപ്പോഴും മുതലാണ് ഞാൻ എൻ്റെ ഒരു പ്രതിരോധം എന്ന നിലയിൽ കഥ എഴുതാൻ തുടങ്ങിയത്. ആദ്യമൊക്കെ ഇത് പറഞ്ഞു, പിന്നെ ഞാനിത് നൈസായിട്ട് ഒരിടത്തൊക്കെ എഴുതി നോക്കി. പറയുന്നതിനേക്കാൾ സുഖമുണ്ട് എഴുതുമ്പോൾ കിട്ടുന്നത്. പറയുമ്പോൾ യവന്മാർ എന്നെ കള്ള ബ്ലണ്ടർ എന്നൊക്കെ വിളിക്കാൻ തുടങ്ങി. അത് ഇച്ചിരി സഹിക്കാൻ പ്രയാസമായിരുന്നു. അപ്പൊ ഇത് എഴുതി തുടങ്ങി. എഴുതി വെച്ച പിന്നെ ആർക്കും ശല്യമില്ലല്ലോ. ഈ പറഞ്ഞാൽ നുണ, എഴുതിയാൽ കഥ, അങ്ങനെയാണ് തുടക്കം. ഒന്നുമില്ലായ്മയിൽ നിന്ന്, അതേപോലെ തന്നെ വേദനിപ്പിക്കുന്ന ഒരുപാട് അവസ്ഥയിൽ നിന്ന് ഇന്ന് ചെറുകഥാലോകത്ത് തൻ്റെതായ ഒരു സീറ്റിൽ ഇരിപ്പിടം ഉറപ്പിച്ച കെ എസ് രതീഷിന് താൻ വന്ന വഴികളെ കുറിച്ച് പറയുമ്പോൾ അഭിമാനമുണ്ട്.
കാരണം മറ്റൊരാളെ ആശ്രയിക്കാതെ സ്വന്തം വഴിവെട്ടി വന്നത് എന്നുള്ളൊരു പേരോട് കൂടിയിട്ട് വന്നതാണെന്ന് പറയുന്നുണ്ട്. വളരെ കാരണം വെച്ചാൽ എൻ്റെ വഴിയെ സംബന്ധിച്ച് സഹായമൊക്കെ ഒരുപാട് മനുഷ്യർ ചെയ്തിട്ടുണ്ട്. ഭക്ഷണം തന്ന മനുഷ്യരുണ്ട്. ഗ്രേഷി സാറിനെയൊക്കെ പോലുള്ള ആൾക്കാർ താമസിച്ച മനുഷ്യരുടെ വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം തന്ന അധ്യാപകനുണ്ട്. പിന്നെ നോക്കുമ്പോഴുണ്ടല്ലോ, ഞാൻ എനിക്ക് വേണ്ടി ഉണ്ടാക്കി, ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. ഒന്ന് ഓർത്ത് നോക്കി, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ബാഗ് വാങ്ങിയത് തൊട്ടപ്പുറത്തെ പറമ്പിൽ ഒരു കല്യാണ മണ്ഡപമാണ്, അനാഥമന്ദിരത്തിൽ തൊട്ടപ്പുറത്തെ കല്യാണ മണ്ഡപമാണ്. ആ കല്യാണ മണ്ഡപത്തിൽ ഭക്ഷണം കഴിച്ചിട്ട് പോയത് പാത്രവും ആ ടേബിളൊക്കെ കഴുകിക്കൊടുത്ത്, അല്ലെങ്കിൽ ആ മുറി മുഴുവൻ കഴുകിക്കൊടുത്ത പൈസക്കാണ് ആദ്യമായിട്ട് 10ാം ക്ലാസ്സിലെത്തുമ്പോൾ ഞാനൊരു ബാഗ് വാങ്ങുന്നത്. അന്ന് എനിക്ക് മനസ്സിലായ ഒരു സത്യമുണ്ട്, മറ്റുള്ളവരെ ആശ്രയിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്. നമുക്ക് ഈ പറയുന്ന പോലെ ഒരുപാട് ആൾക്കാരെ ആശ്രയിക്കുന്നതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. ഇതിനും അപ്പുറത്തേക്കൊരു സന്തോഷമുണ്ട് ഈ ഒറ്റയ്ക്ക് വരുന്ന വഴിയോട്. എനിക്ക് എൻ്റെ ആദ്യ കഥ ഈ മുള്ളലിൻ്റെ മണം, അത് സത്യത്തിൽ അതിലെനിക്കൊരു വലിയൊരു സഹായം കിട്ടി. എൻ്റെ ഒരു സുഹൃത്ത്, വെളിച്ചമെന്ന് വിളിച്ചോളൂ, അതേ അർത്ഥമുള്ളൊരു പേരാണ്, സുഹൃത്താണ്. ഞാൻ എഴുതി കൊണ്ടുവച്ച കഥയെ, ഒരു മനുഷ്യനും കാണാതിരുന്ന കഥയെ നിറം എന്നൊരു മാസികയിലേക്ക് അയച്ചു കൊടുത്തൊരു സുഹൃത്തുണ്ട്. അങ്ങനെ ഈ കഥ അയച്ചു കൊടുത്തപ്പോൾ വീണ്ടും പുതിയൊരു സന്തോഷം കിട്ടി. കുറേ ആൾക്കാർ ഇത് വായിച്ചിട്ട് അവര് ഇങ്ങനെയൊക്കെ ഈ മനുഷ്യൻ നിങ്ങൾ ഇങ്ങനെ ആയിരുന്നോ എന്നൊക്കെ ചോദിച്ചു വരുന്നു. നിങ്ങളാണോ ഈ കഥ എഴുതിയെന്ന് ചോദിക്കുന്നു. അപ്പൊ കൂടുതൽ ഒരല്പം കൂടെ നമ്മൾ സ്വന്തമായിട്ട് എഴുതി വെച്ചത് മാത്രമല്ല, അച്ചടിച്ചു വന്നപ്പോൾ കുറച്ചുകൂടെ സന്തോഷം കിട്ടി. പിന്നെ അതിലും രസം എന്ന് പറഞ്ഞാൽ, ഈ അച്ചടിച്ചു വന്ന കഥയൊക്കെ ആദ്യ പുസ്തകം ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരുപാട് പ്രസാധകരുടെ മുന്നിൽ പോയി. ആ പ്രസാധകരുടെ മുന്നിൽ പോയി എല്ലാവരും നിരസിച്ചു. അപ്പോഴത്തെ കൂട്ടുകാരി, നമ്മുടെ അതേ കൂട്ടുകാരി, അവളുടെ പണയം വെച്ച കാശിനാണ് ഞാൻ എൻ്റെ ആദ്യ പുസ്തകമായ പാറ്റേണിലൊക്കെ ഇറക്കുന്നത്. പിന്നെ ഒരൊറ്റ ഒരാൾക്കും പൈസ കൊടുക്കേണ്ടി വന്നിട്ടില്ല. ആ പുസ്തകം ഇറങ്ങിയതോടുകൂടി, കഥയിൽ ഞാൻ അധ്വാനിച്ചതോടുകൂടി എല്ലാ പ്രസാധകരും ഇങ്ങോട്ട് ചോദിക്കുന്ന ഒരവസ്ഥയുണ്ടായി. അതിൽ ഒരു സുഖമാണ്. നമ്മൾ ഒറ്റയ്ക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും നമ്മുടെ കഥയെ വരുത്തിക്കുമ്പോഴുള്ളതിലും ഒറ്റയ്ക്ക് വരുമ്പോൾ ഒരു സുഖമുണ്ട്. പക്ഷെ ഞാൻ ഇതിനെ റദ്ദ് ചെയ്യുന്നൊന്നുമില്ല കേട്ടോ. എൻ്റെ ആ കൂട്ടുകാരി ചെയ്ത അതിനെ റദ്ദ് ചെയ്യുന്നൊന്നുമില്ല. പക്ഷെ അതിനേക്കാൾ ലഹരി ഇപ്പോൾ ഒറ്റയ്ക്ക് അങ്ങോട്ട് നിൽക്കുമ്പോൾ കിട്ടുന്നുണ്ട്. ഇപ്പൊ ചെറുകഥാ ലോകത്ത് നമുക്ക് തൻ്റെതായ ഒരു സ്ഥാനം ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. ഇതിൽ പല റിജക്ഷൻസും വരുന്നില്ലേ, പല അഭിപ്രായ വ്യത്യാസങ്ങള്. ഈ റിജക്ഷൻസ് തന്നെ പൊട്ടിത്തെറിച്ച് പോകേണ്ട പല ഘട്ടങ്ങളിലും ഈ പൊട്ടിത്തെറിച്ച് സംസാരിക്കേണ്ട അവസ്ഥകൾ വരുന്നുണ്ട്. അതൊക്കെ ഒരു പക്ഷേ നടന്നു വന്ന വഴികളിലൂടെ അനുഭവിച്ച് തീർത്ത ഒരു വേദനയാണോ ഈ എൻ്റെ ഒരു പ്രശ്നമാണ് കേട്ടോ. അതായത് ആരോട് എങ്ങനെ പെരുമാറണമെന്ന് ഇതുവരെ ഞാൻ പഠിച്ചിട്ടില്ല. അത് സത്യം തന്നെ. അതുകൊണ്ട് ഒരുപാട് നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് നഷ്ടം എന്ന് പറഞ്ഞാൽ ചില അവാർഡ് കമ്മിറ്റികളിൽ നിന്ന് എടുത്ത് കളയുക, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ചില പ്രസിദ്ധീകരണങ്ങളിൽ നിന്ന് പൂർണ്ണമായി ബാൻ ചെയ്യുക, പിന്നെ ഇതുപോലത്തെ ലിറ്ററേച്ചർ ഫെസ്റ്റുകളിൽ വിളിക്കാതിരിക്കുക. അത് കാരണം എൻ്റെ കയ്യിരിപ്പ് തന്നെയാണ്, ഒരു സംശയമില്ല. കാരണം ഒരു നാട്ടിൻപുറത്തുകാരനാണേ. ഈ പന്ത എന്ന പ്രദേശത്ത് ഒരു നാടൻ പട്ടി എന്ന് പറയുന്ന പോലെ എങ്ങനെ അവരോട് വിനയപൂർവ്വം, എനിക്ക് വിധേയത്വമില്ല. സത്യത്തിൽ ഒരു മനുഷ്യനെയും ബഹുമാനിക്കാനുള്ള ഒരു കഴിവ് എനിക്കില്ല. എന്താണ് അത് കരുന്നറിയോ, ഇവരാരും എനിക്കൊന്നും തന്നിട്ടില്ലെന്നേ. ഇവരെ ഒന്നും എനിക്ക് ബഹുമാനിക്കാനായിട്ട് തോന്നിയിട്ടില്ല. ഒരു അച്ഛനോളം പ്രായമുള്ള ഒരു മനുഷ്യരെയൊക്കെ ഞാൻ മുട്ടൻ തെറി എന്ത് ചെയ്തിട്ടുണ്ട്, വിളിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ആലോചിച്ചു, വേണ്ടായിരുന്നു. കാരണം എനിക്കത് കിട്ടിയിട്ടില്ലെന്നേ. ഒരു സ്ഥലത്തുനിന്ന് ഒരു റെസ്പെക്റ്റോ സ്നേഹമോ കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തിരിച്ചു കൊടുക്കാൻ അത്ര കഴിയുന്നുമില്ല, പെട്ടെന്ന് കഴിയുന്നില്ല. ഇപ്പം ഞാൻ ഒരുപാട് എഡിറ്റ് ചെയ്തു. കാരണം എൻ്റെ മക്കളൊക്കെ, എൻ്റെ സ്കൂളിലെ കുട്ടികളൊക്കെ, സാറേ അങ്ങനെ വിളിക്കില്ലേ സാറേ, ഇത് മോശമല്ലേ, നിങ്ങൾക്കൊരു എന്നൊക്കെ പറയുമ്പോൾ പറ്റുന്നില്ല. കാരണം ആ ഒരു ശേഷി എനിക്കില്ല എന്ന് തന്നെ പറയാം. പിന്നെ ഈ പൊട്ടിത്തെറിക്കുന്നതിൽ ഒരു ഗുണം കൂടെ ഉണ്ട്. ഇതിന് പലരോടും സംസാരിച്ച സമയത്ത് ഈ വാക്ക് ഞാനും പറയാൻ ആഗ്രഹിച്ചിരുന്നുവെന്ന് ചിലരെങ്കിലും പറയുന്നുണ്ട്. ഇത് അയാളോട് ഈ വാക്ക് ഞാൻ പറയാൻ ആഗ്രഹിച്ചു പറയാനുള്ളൊരു മടിയുള്ളത് ചിലപ്പോ നിങ്ങളെ ആ ഒരു എക്സ്പ്രഷനിലൂടെ പുറത്തോട്ട് വരുമ്പോൾ ആശ്വാസമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. എനിക്ക് ഒരു മനുഷ്യനോടും ബഹുമാനം ഇല്ലാത്തതുപോലെ തന്നെ ഒരാളോടും ഭയവും ഇല്ല. ഏറ്റവും കൂടുതൽ ഫെസ്റ്റിവൽ സീസൺസ് ആണ്, അതായത് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഇടതുപക്ഷ അനുഭാവിയായിട്ട് പോലും യുവതാര ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ പോലുള്ള ഫെസ്റ്റിവലുകളിൽ കെ എസ് രതീഷിന്റെ മുഖം കാണാനുണ്ടായിട്ടില്ല. അപ്പൊ അതിനുള്ള കാരണം
ഞാൻ ഈ ആശയത്തെ വിശ്വസിക്കുന്നത്, ഇടതുപക്ഷം എന്ന് പറയുന്നത് അന്തംഗമ്യൊന്നുമല്ല കേട്ടോ. ഞാൻ ഈ ആശയത്തെ വായിച്ച് മനസ്സിലാക്കി ആശയത്തിലാണ് വിശ്വസിക്കുന്നത്. ഈ 3 തരം ടീമുകളാണ്. ആവേശത്തിൻ്റെ പുറത്തേക്ക് വരുന്ന കുറേ ആൾക്കാരുണ്ട്, എന്തെങ്കിലും ആവശ്യത്തിൻ്റെ പുറത്ത് വരുന്നവരുണ്ട്. ഈ ആശയത്തിൻ്റെ പുറത്തേക്ക് വരുന്ന മനുഷ്യരെ പലപ്പോഴും എന്ത് ചെയ്യും, അവഗണിക്കാറുണ്ട്. യുവതാര ലിറ്ററേച്ചർ ഫെസ്റ്റ് എന്നെ വിളിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ കടുത്ത കൊതിയുണ്ടായിരുന്നു കേട്ടോ. കാരണം എന്തറിയോ, ഇന്നേ വരെ എൻ്റെ കഥയിൽ ഒരിടത്ത് പോലും ഇടത് ആശയങ്ങൾക്ക് വിരുദ്ധമായിട്ട് അല്ലെങ്കിൽ മനുഷ്യവിരുദ്ധമായിട്ട് ഒന്നും ഉണ്ടായില്ല. ദൈവങ്ങൾ വന്നിട്ടില്ല. എൻ്റെ ഇത്രയും കഥകളിൽ ദൈവമില്ല എന്നുള്ളതാണ്. ജാതി വന്നിട്ടില്ല. മതത്തിൻ്റെ പേരിൽ അഹങ്കരിക്കുന്ന ഒരു കഥാപാത്രമില്ല. പരിസ്ഥിതിയെ എൻ്റെ കഥ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിൻ്റെ യുവതാര ലിറ്ററേച്ചർ ഫെസ്റ്റ് എനിക്ക് അർഹതയുണ്ട് എന്ന് ഞാൻ വല്ലാതെ പിന്നെ മനസ്സിലായി. അതൊന്നും അർഹതയൊന്നും അല്ല, അതൊക്കെ വേറെ ആൾക്കാർക്കുള്ളതാണ്. ഞാൻ എനിക്ക് കഥയിൽ മാത്രം തുടർന്നാൽ മതി. ഇവിടെ വിളിച്ചില്ല എന്നുള്ളതിൻ്റെ പേരിൽ പൊട്ടിത്തെറിക്കുകയോ നിരാശപ്പെടുകയോ ചെയ്യാനുണ്ടെന്ന് ഞാൻ എന്നോട് തന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി. ഈ അടുത്ത കാലത്ത് ഒരു പ്രസ്താവന ഉണ്ട്, എഴുതി ജീവിക്കുക എന്ന് പറയുന്നത് ഒരു പൊട്ടത്തരമാണ്. അതായത് ഇപ്പോൾ കുറച്ച് പേർ, വിരലിലെണ്ണാവുന്ന കുറച്ച് പേരെങ്കിലും സാഹിത്യ ലോകത്ത് എന്താ വീട്ടിലിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഞാൻ എഴുതാൻ വേണ്ടി ലീവ് എടുത്തിരിക്കുന്നു, അല്ലെങ്കിൽ എഴുത്താണ് ഇനി എൻ്റെ വഴി, ഞാൻ ജോലിക്ക് പോകുന്നില്ല എന്നുള്ളത് ഒരു ആവേശമായിട്ട് കാണുന്ന ആൾക്കാരാണ്. അപ്പൊ അതിനെ കുറിച്ച് ഈ അടുത്തൊരു പരാമർശം ഉണ്ടായല്ലോ, അപ്പൊ അതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഈ എഴുതിയതിന്റെ പേരിൽ ജീവിക്കുന്ന അല്ലെങ്കിൽ എഴുതിയ റോയൽറ്റി കൊണ്ട് ജീവിക്കുന്നവരുടെ എണ്ണം മലയാള സാഹിത്യത്തിൽ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഒരു കയ്യിൽ എണ്ണി തീർക്കാന്നേ ഉള്ളൂ. ഏറ്റവും ഒടുവിൽ അഖിൽ പി ധർമ്മജന്റെയൊക്കെ ഭാഗത്ത് വരാം അല്ലേ. എഴുതി അത്യാവശ്യം വരുമാനം കിട്ടുന്നുണ്ട്, സിനിമയൊക്കെ ആയി പോകുന്നുണ്ട്. ബാക്കിയുള്ളവർക്കൊന്നും പറ്റില്ലത്. നല്ലൊരു ശതമാനവും എന്താണ്, എഴുതാൻ വേണ്ടിയിട്ട് ലീവ് എടുക്കുന്നവരെ പോലെ ഭൂലോക വിഡ്ഢി വേറൊന്നുമില്ല. അങ്ങനെ ചിന്തിക്കുന്നവരെ തെറ്റാണ്. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് പലപ്പോഴും എന്താണ്, ഈ കവനത്തിന് കാശു കിട്ടണം പോൽ എന്ന് പറയുന്നത് പോലെ എഴുതി അതിന്റെ പൈസ കൊണ്ട് ജീവിക്കാന്ന് പറയുന്നത് ഏറ്റവും വലിയ. അങ്ങനെ വരുമ്പോഴാണ് അയ്യോ എന്റെ പുസ്തകം വിറ്റ് പോകുന്നില്ല, എന്റെ കഥ അച്ചടിച്ചു വരുന്നില്ല എന്നൊക്കെ തോന്നൽ വരുന്നത്. അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ ചുരുക്കമാണ്. ഞാൻ തന്നെ എനിക്ക് നല്ലൊരു അത്യാവശ്യം കൃഷി ചെയ്യുന്നുണ്ട്, പിന്നെ ഹയർ സെക്കൻഡറിയിൽ അത്യാവശ്യം നല്ലൊരു ജോലിയുണ്ട്. എഴുതിയതിന്റെ പേരിൽ അങ്ങനെ വാങ്ങിച്ച എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ ഇല്ല. എഴുതിയതിന്റെ പേരിൽ എൻ്റെ വീട്ടിലേക്ക് സമ്പാദിച്ചൊന്നുമില്ല. പുസ്തകങ്ങൾ വാങ്ങാൻ പറ്റിയ രീതിയിൽ തുക കിട്ടുന്നുണ്ട്. ഇപ്പൊ 10ഓളം കഥാസമാരമുണ്ട്, 9 കഥാസമാരുണ്ട്. അതിൽ നിന്ന് ജീവിക്കാൻ കഴിയുന്നില്ല. അപ്പോഴേ ഈ അടുത്തിടയ്ക്ക് ഏതൊരു ആള് പറയുന്നുണ്ട്, എൻ്റെ പുസ്തകം ഗോഡൌണിൽ പൊടി പിടിച്ച് കിടക്കുകയാണ്, ഞാൻ മറ്റൊന്നും പഠിക്കു പോവാതെ ഞാൻ എഴുതിയതാണ്. അങ്ങനെയൊക്കെ പറയുന്നവരോട് നിങ്ങൾ ഭൂലോക വിഡ്ഢിയാന്ന് പറയാനല്ലാതെ മറ്റൊന്നും എനിക്ക് പറയാൻ കഴിയില്ല. ഇത്രയും പുസ്തകങ്ങൾ അത് ഓരോ ദിവസവും കെ.എസ്. രതീഷിന്റെ ഒരു സോഷ്യൽ മീഡിയ വാള് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഒത്തിരി പേരിലേക്ക് എത്തപ്പെടുന്നുണ്ട്. അത് ഒന്ന് സോഷ്യൽ മീഡിയ റിവ്യൂസ് കണ്ടിട്ടോ അല്ലെങ്കിൽ മറ്റൊരു റിവ്യൂ കൊടുത്തിട്ടോ അല്ല, സ്വന്തം സെൽഫ് പ്രൊമോഷൻ ചെയ്യുന്നുണ്ട്. ആ സെൽഫ് പ്രൊമോഷൻ ചെയ്യുന്നത് കൊണ്ട് ലാഭമാണോ നഷ്ടമാണോ? വൻ ലാഭമാണ്. അതായത് ഒരു പുസ്തകത്തിന് ഞാൻ വാങ്ങുന്ന വില എഴുത്തുകാരന്റെ ശതമാനം കുറച്ചിട്ടാണ് തരുന്നത്. ഞാൻ ഫുൾ എമൗണ്ടിനാണ് കൊടുക്കുക. നഷ്ടമാണോ എന്ന് ചോദിച്ചത് ഇപ്പം സെൽഫ് പ്രൊമോഷൻ ചെയ്യുന്നത്. അപ്പം മറ്റുള്ള ആൾക്കാർക്ക് നിങ്ങളുടെ ആ പ്രൊമോഷനോട് ഒരു ഞാൻ എൻ്റെ കഥയാണ് അവർക്ക് കൊടുക്കുക. ആ കഥ നല്ലതല്ലെങ്കിൽ താങ്കൾ തന്നത് മോശമാണെന്ന് പറയാനുള്ള അവകാശം അവർക്കുണ്ട്. എനിക്ക് എൻ്റെ കഥയെക്കുറിച്ച് പൂർണ്ണ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് ഞാൻ അവർക്ക് എന്ത് ചെയ്യുന്നത്, ഇത് കൊടുക്കുന്നത്. അവരത് എന്ത് ചെയ്യും, ആ കഥ വായിച്ചതിന്റെ പേരിൽ എൻ്റെ ഫുൾ പാക്കറ്റ് സെറ്റ് ഞാൻ പുസ്തകം മേടിച്ച് വീട്ടിൽ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ചോദിക്കുന്നവർക്കെല്ലാം വിത്ത് കയ്യൊപ്പോടുകൂടി. കാരണം എനിക്ക് വേണ്ടി വാദിക്കാൻ ഇവിടെ വലിയ പ്രസിദ്ധീകരണ സംരംഭങ്ങളില്ല, രാഷ്ട്രീയ പിൻബലമില്ല, ജാതിയുടെയോ മതത്തിന്റെയോ കോക്കസ് ഗ്രൂപ്പുകളുടെയോ പിന്തുണയില്ല. എൻ്റെ കഥയ്ക്ക് വേണ്ടി, കഥയുടെ ഏറ്റവും മികച്ച ഒരു പ്രചാരകൻ ഞാൻ തന്നെയാണ്. അതുകൊണ്ട് കുറെ ആൾക്കാരൊക്കെ പറയുന്നുണ്ട് ഇത് എൻ്റെ പേര് തന്നെ മാറ്റിയവരുണ്ട്, ആത്മരതീഷ് എന്നാക്കിയ ആൾക്കാരുണ്ട്. വലിയ സന്തോഷമേ ഉള്ളൂ. എനിക്കതിലൊരു ഒരു കുറ്റവും തോന്നില്ല. നിങ്ങൾ അവിടെ അസൂയപ്പെട്ടുകൊണ്ടേ ഇരിക്കുക. ഞാൻ അടുത്ത മനുഷ്യന് പുസ്തകം കൊടുക്കാൻ പോകും. വേറൊന്നും കൊണ്ടല്ല, എൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണെന്നറിയോ, ജീവിച്ചു വളർന്ന സമയത്ത് എന്നെ ഒരുത്തന് തിരിച്ചറിഞ്ഞില്ല. ഞാൻ ജനിച്ചതറിഞ്ഞില്ല, എൻ്റെ ബാല്യം അറിഞ്ഞില്ല, എൻ്റെ കൗമാരോ യൗവനോ ഒന്നും അറിഞ്ഞില്ല.
ചത്തുപോകുമ്പോൾ ഒരു കഥയുടെ പേരിൽ എന്നെ ഓർക്കണം. അതുകൊണ്ട് ഈ പുസ്തകം ഞാൻ എന്ത് ചെയ്യണം? ഭൂമിയിലിരിക്കുന്ന എല്ലാ കോണിലെ മനുഷ്യന്റെ കയ്യിലും എത്തിക്കണം. സോഷ്യൽ മീഡിയ നല്ലൊരു പ്രചരണ തന്ത്രാന്നേ, മനോഹരമായി നല്ല, ഞാനൊക്കെ അതിൽ ഭംഗിയായിട്ട് എന്ത് ചെയ്യുന്നതാണ്, ഉപയോഗിക്കുന്നതാണ്. അതിനൊക്കെ കുറെ ആൾക്കാരൊക്കെ കുറ്റം പറയുന്നുണ്ട്. കുറ്റം പറഞ്ഞ ആൾക്കാർ ഇപ്പൊ അവരുടെ പുസ്തകങ്ങളുടെയൊക്കെ റിവ്യൂ ഒക്കെ എടുത്ത് പോസ്റ്റ് ചെയ്ത് തുടങ്ങി. മാറ്റമുണ്ട്, അവർക്ക് നല്ല മാറ്റമുണ്ട്. അതായത് അവരും ഈ വഴിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. അല്ല, ഞാൻ നോക്കി, എൻ്റെ രതീഷ് എന്നൊരാളുടെ പുസ്തകം ഒരു പ്രസാധകൻ എടുത്തു എന്ന പേരിൽ അയാൾക്ക് കനത്ത നഷ്ടം വരാൻ പാടില്ല. ഗോഡൌണിൽ ഇത് പൊടി പിടിച്ച് കിടക്കാൻ പാടില്ല. ഇതൊരു ഉൽപ്പന്നമല്ലേ ആത്യന്തികമായിട്ട്. കഥ എന്നെ സംബന്ധിച്ച് അത് വലിയൊരു പോരാട്ടാണ്. പ്രസാധകനെ സംബന്ധിച്ച് അത് പ്രോഡക്റ്റാണ്. ആ പ്രോഡക്റ്റ് വിറ്റുപോകണം. ഗോഡൌണിൽ പൊടി പിടിച്ച് കിടക്കാനേ പാടില്ല. അത് അയാൾക്ക് വേണ്ടി നമ്മൾ ചെയ്യണമെന്നേ. ചെറിയ ചെറിയ പ്രസാധകരൊക്കെ ഉണ്ടല്ലോ, ഒരു പുസ്തകത്തിന്റെ പേരിൽ 60,000 രൂപ 70,000 രൂപ അതിന്റെ കവറും എല്ലാം കൂടി ചെലവാക്കുന്നുണ്ട്. അത് അയാൾക്ക് തിരിച്ചു കിട്ടണം. തിരിച്ചു കിട്ടണമെന്ന് മാത്രമല്ല, വീണ്ടും രതീഷിന്റെ പുസ്തകം എടുക്കാൻ അദ്ദേഹം എന്ത് ചെയ്യണം, തയ്യാറാവണം. അതിന് ഞാൻ ഈ സെൽഫ് പ്രൊമോഷൻ എന്ത് ചെയ്യും? സെൽഫ് പ്രൊമോഷന്റെ കൂടെ തന്നെ മറ്റുള്ള പുസ്തകങ്ങൾ, അതായത് മറ്റുള്ള ആളുകളുടെ പുസ്തകങ്ങൾ വായിക്കുന്നതിൽ ഒരു ഹരം കണ്ടെത്തുന്നു, സമയം കണ്ടെത്തിയിട്ട് അതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ആ ആളുകളൊക്കെ കെ.എസ്. രതീഷ് എന്ന് പറയുന്ന വ്യക്തിയെ തിരിച്ചങ്ങോട്ടും പ്രൊമോട്ട് ചെയ്യും. ഇല്ല, അതിന് വേണ്ടിയിട്ടല്ല കേട്ടോ. ഞാൻ എഴുത്തുകാരനും അല്ലെങ്കിൽ കൃഷിക്കാരനും അച്ഛനും ഒക്കെ മനുഷ്യനൊക്കെ വേറെ. ഞാൻ ആത്യന്തികമായിട്ടൊരു അധ്യാപകനും കൂടെയാണ്. എൻ്റെ പ്രൊഫൈൽ നോക്കുന്ന കുറേ കുട്ടികളുണ്ട്. വായനയെക്കുറിച്ച് നല്ല പുസ്തകങ്ങൾ വായിപ്പിക്കേണ്ട ഉത്തരവാദിത്വം എനിക്കും കൂടെ ഉണ്ട്. ശരിയല്ലേ? ഇപ്പൊ മറിയ, വെറും മറിയ, അത് എന്നെ കേൾക്കുന്ന മനുഷ്യരെല്ലാം വായിക്കണം. വായന മരിക്കുന്നു എന്നൊക്കെ എല്ലാ വിദ്യാഭ്യാസ യോഗങ്ങളിലും സംസാരിച്ചാൽ പോരാ. അവർ വായിപ്പിക്കാൻ എന്ത് ചെയ്തു എന്നും കൂടെ എന്ത് ചെയ്യണം. അവർക്കൊരു ഉത്തരവാദിത്വമുണ്ട്. ഈ പറയുന്നവർക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. നിങ്ങൾ വായിപ്പിക്കാൻ, പുതിയ തലമുറയെ വായിപ്പിക്കാൻ, പുതിയ കുട്ടിയെ വായിപ്പിക്കാൻ നിങ്ങളുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചോ? നിങ്ങളുടെ ക്ലാസ് മുറി ഉപയോഗിച്ചോ? നിങ്ങളുടെ വായന സൗഹൃദ കൂട്ടായ്മ ഉപയോഗിച്ചോ എന്നൊരു ചോദ്യമുണ്ട്. അതിൽ രതീഷ് അതിനു വേണ്ടി ചെയ്യുന്നതാണ്. ഇപ്പൊ രതീഷിന്റെ പ്രൊഫൈൽ നോക്കുന്ന ഒരാൾ, ഇയാൾ മരിയ ഡി മരിയെ കുറിച്ച്, വെറും മരിയെ കുറിച്ച് പറയുന്നുണ്ട്, ആത്രേയകത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഇദ്ദേഹം ഏതാണ് മറ്റങ്ങനെ ഈ പല പുസ്തകങ്ങളെ കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. അപ്പൊ ഒന്ന്, നല്ല എഴുത്തുകളെ ലോകത്തോട് വിളിച്ചു പറയാനുള്ള ഉത്തരവാദിത്വം അധ്യാപകൻ എന്ന നിലയിൽ എനിക്കുണ്ട്. ഞാനത് ചെയ്യുന്നത് എൻ്റെ ക്ലാസ് മുറിയിൽ ഞാൻ എല്ലാ പുസ്തകങ്ങളെ കുറിച്ച് പറയും, ഫേസ്ബുക്കിൽ പറയും, വാട്സപ്പിലും ഇൻസ്റ്റയിലും ഒക്കെ പറയും, കൂടെ ഇരിക്കുന്ന കൂട്ടുകാരോട് ഇത് പറയും. അത് അധ്യാപകൻ എന്ന നിലയിൽ ഞാൻ ചെയ്തേ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൃത്യമായി എൻ്റെ വായനയിൽ മികച്ച പുസ്തകങ്ങൾ, അല്ലാതെ ഒറ്റ ഒരുത്തൻ്റെ പുസ്തകവും ഇന്ന ആള് വലിയ രാജാവാ, അല്ലെങ്കിൽ സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റാ, അല്ലെങ്കിൽ പുകാസയുടെ നേതാവാ എന്നൊന്നും പറഞ്ഞിട്ട് എന്ത് ചെയ്യത്തില്ല, അവരുടെ പുസ്തകങ്ങളെ കുറിച്ച് എന്ത് ചെയ്യത്തില്ല, പറയാറില്ല. നല്ല പുസ്തകമാണെങ്കിൽ എന്ത് ചെയ്യും, ഏത് നാറിയെ കുറിച്ചും പറയും. അതേപോലെ തന്നെ ഇപ്പം പഴയ കാലത്തെ ചെറുകഥാ സാഹിത്യത്തിൽ നിന്ന് ഒരുപാട് വ്യത്യാസം വന്നിട്ടുണ്ട് ഈ പുതിയ കാലത്തിലെ ചെറുകഥയിലേക്ക് വരുമ്പോൾ. അപ്പം ഈ പുതിയ എഴുത്തുകളെ കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? രതീഷ് എഴുതി തുടങ്ങുന്ന കാലഘട്ടത്തില് രതീഷിന്റെ കഥയില് മൊബൈലിനെ കുറിച്ചോ AI കുറിച്ചോ രതീഷ് എഴുതിയിട്ടില്ല. അത് രതീഷിന്റെ ദൗർബല്യമല്ല, രതീഷിനെ കാലം അങ്ങനെ എഴുതാൻ നിർബന്ധിച്ചതാണ്. പുതിയ കുട്ടികളുണ്ടല്ലോ, കെ വി പ്രവീണൊക്കെ നമ്മുടെ കാലഘട്ടമാണ്. കെ വി പ്രവീണൊക്കെ പോലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ രാഹുൽ മണപ്പാട്ടിനെയൊക്കെ പോലുള്ള ആൾക്കാർ, ജിൻഷ ഗംഗയൊക്കെ പോലുള്ള ആൾക്കാരുണ്ടല്ലോ, കുറച്ചുകൂടെ അപ്ഡേറ്റഡ് വേൾഡിൽ ജീവിക്കുന്ന മനുഷ്യരാണ്. അപ്പൊ അവരുടെ കഥയിൽ അതിഗംഭീരമായ ആശയങ്ങൾ, മണങ്ങൾ വരുന്നുണ്ട്, ശബ്ദം വരുന്നുണ്ട്, അല്ലേ? അപ്പൊ ഞാൻ നോക്കുമ്പോൾ അത്ഭുതപ്പെടുത്തുന്ന മനുഷ്യരുണ്ട്, നിരാശപ്പെടുത്തുന്നവരും ഉണ്ട്. പഴയ കാലഘട്ടത്തിന്റെ കഥയേക്കാൾ ഇതെന്തോ വലിയ മികച്ചതാണ് എന്നുള്ള വാദമല്ല, കുറച്ചുകൂടെ കരുത്തുള്ളതായിട്ട്, കുറച്ചുകൂടെ രസിപ്പിക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. ആ കഥകൾക്ക് അതിൻ്റെ ഒരു ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഒരുപാട് പോലെ വായിക്കുകയും ചെയ്യുന്നുണ്ട്. അത് കാലത്തിന്റെ ഒരു താല്പര്യമായിരിക്കും. ഇപ്പം ആത്മസംഘർഷങ്ങൾ, നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന സങ്കടങ്ങൾ, വേദനകൾ, ഇതൊക്കെയാണ് ഒരു കഥയായിട്ട് പുനർജനിക്കുന്നത് എന്ന് പറയുന്നത്. ഇപ്പൊ ഉള്ളിൽ ഉണ്ടാവുന്ന വേദന, ഇപ്പം മറ്റുള്ളവർ കടന്നു വരുന്ന വഴികളിൽ കൂടിയല്ല കെ.എസ്. രതീഷ് കടന്നു വരുന്നത്. അപ്പൊ ആ വേദനകൾ ഉൾക്കൊണ്ടിട്ട് ഒരു കഥ എഴുതുമ്പോൾ ആ വേദനകൾ ഉൾക്കൊള്ളുന്നുണ്ടോ, അല്ലെങ്കിൽ അല്ലാതെ തന്നെ എഴുതി പോവുകയാണോ? എല്ലാ കഥകളിലും അങ്ങനെ ഉണ്ടോ എന്നല്ല ചോദിക്കുന്നത്. പല കഥകളിലും തന്റെ വേദനകളെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടോ? അതേപോലെ തന്നെ നമുക്ക് ചുറ്റുമുള്ളതിനെ എഴുതി കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഇതിനെ പറ്റി എന്താ പറയുന്നത്? എന്താ അറിയോ, ഞാൻ കഥ എഴുതുന്നതേ, എനിക്കിത് ചിലതൊക്കെ കാണുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, കരഞ്ഞു പോകും.
കരഞ്ഞു പോകാതിരിക്കാനുള്ള എൻ്റെ ഒരു സാധ്യതയാണ് കഥ. ഞാനൊരു കാര്യം പറഞ്ഞുതരാം. എൻ്റെ ആദ്യ കഥയുടെ പേര് മുള്ളലിൻ്റെ മണം എന്നാണ്. മുള്ളലിൻ്റെ മണം എഴുതാനിടയായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 4.5 വയസ്സിൽ ഞാൻ അനാഥ മന്ദിരത്തിൽ എത്തുന്ന സമയത്ത് ഞാൻ ഈ കിടന്ന് മൂത്രമൊഴിക്കുന്ന സ്വഭാവമുള്ള ആളാണ്. കട്ടില്ലേ, കൊച്ചുകുട്ടിയല്ലേ, അപ്പോൾ ഒഴിക്കുമായിരുന്നു. അപ്പൊ ഈ 1 മുതൽ 4-ാം ക്ലാസ് വരെയുള്ള കുട്ടികളെ ഒരു മുറിയിൽ നോക്കാനൊരു ചേട്ടനും കൂടെ കാണും. പുള്ളിക്കാരനാണ് എല്ലാവരെയും നോക്കുന്നത്. എല്ലാവർക്കും ഇദ്ദേഹത്തെ പേടിയാണ്. മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ ആ മനുഷ്യൻ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ട്, നല്ല ഹൈറ്റുള്ള മനുഷ്യനാണ്, പൊക്കി പിടിച്ചിട്ട് അടിക്കും. അങ്ങനെ പേടിച്ച് പറ്റുള്ളൂ, മൂത്രം ഒഴിക്കില്ല. പക്ഷെ ഞാൻ 2 ദിവസവും മൂത്രം ഒഴിച്ചു. എനിക്ക് നല്ല അടി, ഇങ്ങനെ തോർത്തിങ്ങനെ ചുറ്റിയിട്ടുണ്ടല്ലോ, ആ തോർത്ത് വെച്ച്, നല്ല ഉണങ്ങിയ തോർത്ത് വെച്ച് അടിക്കും. ഭയങ്കര വേദനയാന്നേ. കരഞ്ഞിട്ടൊന്നും കാര്യമില്ല, കരച്ചിലിനൊന്നും ആ സ്ഥാപനത്തിൽ വലിയ പ്രാധാന്യമൊന്നുമില്ല. എല്ലാവരും കരയുന്നു, ഞാനും കരയുന്നു. അപ്പോൾ ഒരു ദിവസം രാത്രി മൂത്രമൊഴിക്കാൻ വിട്ടിട്ട് ഞാൻ എഴുന്നേറ്റു. പുറത്ത് നോക്കിയപ്പോൾ നല്ല ഇരുട്ടാണ്, ഭയങ്കര ഇരുട്ട്. അപ്പം ഞാൻ നോക്കുമ്പോൾ പുറത്തേക്കുള്ള വാതിലിൻ്റെ കുറ്റി എനിക്ക് എടുക്കാൻ എത്തുന്നില്ല. ഞാൻ അവിടെ ഇരുന്നിട്ട് ഈ വാതിലിൻ്റെ അടിയിലുള്ള ചെറിയ ഭാഗത്തൂടെ പുറത്തേക്ക് മൂത്രമൊഴിച്ചു. ഭയങ്കര ചതി പറ്റിയെന്ന് പറഞ്ഞാൽ, അകത്തോട്ടായിരുന്നു എൻ്റെ ചരിവ്. ഈ മൂത്രം അകത്തോട്ട് വന്നു. അപ്പോൾ ഞാൻ ഈ മൂത്രം മുഴുവനും കൈകൊണ്ട് പുറത്തേക്ക് തള്ളുന്ന ആ ശബ്ദം കേട്ടിട്ട് ഇയാൾ എഴുന്നേറ്റിട്ട് ഒരു തുണി, പഴയ തുണി ചവിട്ടി പിടിക്കുന്ന പോലെ ഇയാൾ എന്നെ മൂത്രത്തിൽ ചവിട്ടി പിടിച്ചിട്ട് എൻ്റെ ദേഹം കൊണ്ട് മുഴുവൻ തോർത്തി. എന്നിട്ട് വാതിൽ തുറന്ന് ഒരു ചെറിയ പന്ത് തട്ടിക്കളയും പോലെ ഇയാൾ എന്നെ പുറത്തേക്ക് തട്ടിക്കളഞ്ഞു. എന്നിട്ട് വാതിൽ പൊട്ടി. ആ ഇരുട്ടത്ത് 4.5 വയസ്സുകാരൻ നിറയെ കരഞ്ഞു. കുറേ കാലം വാതിലിൽ തട്ടുമ്പോൾ ഇയാൾ വന്നിട്ട് എന്താടാ ചോദിക്കും. അപ്പൊ ഞാൻ പോയി വീണ്ടും ഒളിച്ചിരിക്കും. പിന്നെ കുറെ നേരം ഇരുന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, രാത്രി എന്നെ ഒന്നും ചെയ്യില്ല. പിന്നെ രാത്രി നല്ല ഭംഗിയാണ്. ഞാൻ ആ പുറത്തെ ഗ്രില്ല് നോക്കി നേരെ വെളുക്കോളം നിന്നു. ആ കുട്ടിക്കുണ്ടായ ട്രോമയെ കുറിച്ച് നിങ്ങൾക്ക് ഊഹിക്കാനെങ്കിലും കഴിയുമോ? ആ കുട്ടി ഞാനാണ്. ആ വേദന ഇന്നും എന്നെ പോയിട്ടില്ല. എനിക്ക് മക്കളായപ്പോൾ എൻ്റെ മൂത്തമ്മ മൂത്രം ഒഴിക്കും, എൻ്റെ ഭാര്യ അതേപോലെ നിന്നെ ഞാൻ ടോയ്ലറ്റിൽ കൊണ്ട് കിടത്തുവിടാന്നൊക്കെ അവിടെ തമാശയ്ക്ക് പറയും. അപ്പോഴൊക്കെ ഞാൻ അവനെ തോളിലിട്ടുകൊണ്ട് നടക്കും. അവനും മൂത്രമണം, എനിക്കും മൂത്രമണം. എൻ്റെ ഭാര്യ പറഞ്ഞാന്ന്, രണ്ടിനും നല്ല മൂത്രമണമുണ്ട്. ഈ വേദന എനിക്ക് എവിടെയെങ്കിലും ഒന്ന് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ ആദ്യ കഥ മുള്ളലിൻ്റെ മണമെന്നാണ് അന്നുണ്ടായി. ഇന്നും അത് വിട്ടുപോയിട്ടില്ല. ഈ സത്യത്തില് ആ മനുഷ്യൻ ചവിട്ടി പുറത്തേക്ക് എറിഞ്ഞപ്പോൾ 2 കാര്യങ്ങളാണ് ഉണ്ടായത്. ഒന്ന്, എനിക്ക് ഇരുട്ടിനെ പേടിയില്ലാതായി. 2, ഞാൻ രാത്രി കിടന്ന് മൂത്രമൊഴിക്കാറായി. 3, ഒറ്റൊരുത്തനെയും പേടിയില്ലാണ്ടായി. ഒരു മനുഷ്യനെയും പേടിയില്ലാണ്ടായി. ഈ വേദന ഇനിയും ചിലപ്പോൾ ഇതിനെപ്പറ്റി കുറേ കഥ എഴുതും. എഴുതുമ്പോഴായിരിക്കും ചിലപ്പോൾ ഈ വേദന എന്ത് ചെയ്യുക, എന്നെ വിട്ടുപോവുക. അങ്ങനെ എനിക്ക് കഥയെന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഞാൻ ചിലതൊക്കെ ഓർക്കുമ്പോൾ കരഞ്ഞു പോട്ടോ, ഭയങ്കര ദുർബലനാണ്. ചിലതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കരമായിട്ട് കരച്ചിൽ വരും. ഈ കരച്ചിൽ മറ്റൊരുത്തനും എന്ത് ചെയ്യരുത്, ഇയാൾ ഭയങ്കര ധൈര്യമുള്ള മനുഷ്യനാ എന്ന് തോന്നണം. ഈ കരച്ചിൽ പുറത്തു വരാതിരിക്കാനുള്ള എൻ്റെ സർഗാത്മകമായ വഴിയാണ് കഥ. അതുണ്ടോ ഇതുണ്ടോ എന്നൊന്നും ആരും നോക്കുന്നതെന്ന് കാര്യമില്ല. ഇനി അതിൻ്റെ പേരിൽ ലിറ്ററേച്ചർ ഫെസ്റ്റിൽ വിളിച്ചോന്നോ അതിൻ്റെ പേരിൽ എനിക്ക് അവാർഡ് തന്നോന്നൊന്നും എൻ്റെ വിഷയമേ അല്ല. എനിക്ക് വേദന തോന്നുമ്പോഴൊക്കെ ഞാൻ എന്ത് ചെയ്യും, എന്നെ വേദനിപ്പിക്കുന്ന വിഷയം വരുമ്പോഴൊക്കെ ഞാൻ എന്ത് ചെയ്യും, കഥ എഴുതും. അല്ലാത്തപ്പോഴൊന്നും ഞാൻ എഴുതത്തില്ല, അല്ലാത്തവൻ വായിച്ചോണ്ടിരിക്കും. ഇപ്പം പുതിയ തലമുറയിൽ വരുന്ന ഇപ്പം ജൻഷാ ഗംഗയെ പോലെ, അല്ലെ രാഹുൽ മണപ്പാട്ടിനെ പോലെ, അജിജേഷ് പച്ചാറിനെ പോലെ ഒത്തിരി എഴുത്തുകാർ വരുന്നുണ്ട്. ഇപ്പം കെ.എസ്. രതീശൻ എന്ന് പറയുന്ന വ്യക്തി ഒരുപാട് വായിച്ചിട്ടുണ്ട്, ഒരുപാട് എഴുതിയിട്ടുണ്ട്, ഒരുപാട് അനുഭവങ്ങളുണ്ട്, ഒരുപാട് റിജക്ഷൻസ് ഉണ്ട്, ഒരുപാട് വേദികൾ റിജക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്, പുസ്തകങ്ങളെ റിജക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ ഇതെല്ലാം കൂടി വെച്ചിട്ട് ഇവരോട്, അതായത് പുതിയ തലമുറയോട് പറയാനുള്ളത് എന്താ? എനിക്ക് പറയാനുള്ളത് അറിയോ, നിയതു കരുകർമ്മത്വം. നിങ്ങൾ വിധിപ്രകാരമുള്ള കർമ്മം എന്ത് ചെയ്യുക, ചെയ്തുകൊണ്ടേയിരിക്കുക. എനിക്കറിയാം, ഒരു കഥ അയച്ചതിൻ്റെ പേരിൽ ഒരു പതിപ്പിൽ നിന്ന് എനിക്കൊരു കത്ത് വന്നു. നിങ്ങൾ ഇങ്ങനെ ആഴ്ചയിൽ അല്ലെങ്കിൽ ദിവസത്തിൽ കഥ അയച്ചുകൊണ്ടിരുന്ന ഞങ്ങൾക്ക് അച്ചടിക്കാനൊന്നും സൗകര്യമില്ലാന്ന്. ആ പതിപ്പുകാരൻ തന്നെ ഓണപ്പതിപ്പിലേക്ക് ഒരു കഥ വരണം എന്ന് ചോദിക്കുന്നിടത്തേക്ക് ഞാൻ എൻ്റെ കഥ എന്ത് ചെയ്തിട്ടുണ്ട്, അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്, അധ്വാനിച്ചിട്ടുണ്ട്, നിറയെ വായിച്ചിട്ടുണ്ട്. എനിക്കറിയാം, ഞാനൊന്നും ഒരു ബോൺ ആൻഡ് ബോട്ടപ്പ് അല്ലെങ്കിൽ ഒരു എഴുത്തുകാരനൊന്നും അല്ല. വായിച്ചതിൻ്റെ പേരിൽ
ആൾക്കാരുടെ കഥ കേട്ടതിൻ്റെ പേരിൽ, കഥയെക്കുറിച്ച് ഒരുപാട് ആൾക്കാരുടെ പ്രസംഗങ്ങൾ കേട്ടതിൻ്റെ പേരിൽ എഴുതുന്നതാണ്. അല്ലാതെ എൻ്റെ വീട്ടിൽ, എൻ്റെ നാട്ടിലൊക്കെ പന്തയിൽ ഇഷ്ടംപോലെ കഥകളുണ്ട് കേട്ടോ. എന്നെക്കുറിച്ചും എൻ്റെ അമ്മയെക്കുറിച്ചും അല്ല എൻ്റെ അച്ഛനെ കുറിച്ചൊക്കെ ഇഷ്ടംപോലെ കഥകൾ അവിടെ പ്രചരിക്കുന്നുണ്ട്. അങ്ങനെ നല്ല കഥ പറച്ചിലുള്ള നാട്ടിൽ നിന്നാണ് വന്നത്. അപ്പൊ അല്ലാതെ വേറെ പാരമ്പര്യങ്ങളൊന്നും എനിക്കില്ല. അപ്പൊ ഇവര് പലപ്പോഴും ഒരു ചെറിയ വിഷയം വരുമ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ ഇവരിൽ ചിലരെങ്കിലും ഈ രാഷ്ട്രീയ പാർട്ടികളോടൊക്കെ അന്ധമായ വിധേയത്വം, അതായത് ഇവരെന്നെ രക്ഷിച്ചോളും, അവരോടൊക്കെ എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ ഒരു കുന്തത്തിൽ അവരെന്ത് ചെയ്തില്ല, തൽക്കാലം അവർക്ക് എന്ത് ചെയ്യാം കൊണ്ടുപോകും. ചിലരൊക്കെ ചില എഴുത്തുകാരുടെയൊക്കെ ബർത്ത്ഡേ ആഘോഷിക്കുന്നു, അവരുടെ മക്കളുടെ ബർത്ത്ഡേ ആഘോഷിക്കുന്നു. സത്യത്തിൽ ഇങ്ങനെ ഈ മുട്ടയിൽ എഴുതുന്ന കാണുമ്പോൾ ചില കുട്ടികളുണ്ട്, പുതിയ പിള്ളേരിൽ നല്ലൊരു ശതമാനവും വേറെയാണ്. ചിലരെങ്കിലും ആ സാർ, ഈ സാർ, അല്ലെങ്കിൽ ഈ നിരൂപകൻ സാർ, അവരുടെയൊക്കെ മുന്നിൽ ഭയഭക്തി ബഹുമാനങ്ങളുടെ മുട്ടയിൽ വീഴുക. എൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾ നിങ്ങളുടെ അക്ഷരത്തെ കഠിനമായി പ്രണയിക്കുക, നിങ്ങളുടെ കഥയെ ഏറ്റവും മൂർച്ചയുള്ളതാക്കുക. സ്വയം വിശ്വാസമില്ലാതാവുമ്പോഴാണ് മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടി വരുന്നത്. വിശ്വാസം ഇല്ലായ്മ മാത്രമല്ല, അധ്വാനിക്കാനുള്ള മടിയും ചിലരിൽ എന്ത് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്. എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചു, സാറ് ഞാൻ ഒരു കഥ അയച്ചിട്ട് 6 മാസമായി സാർ, എനിക്ക് ഒരു മറുപടി തന്നില്ല. ഞാൻ അവനോട് പറഞ്ഞെന്നറിയോ, കഴിഞ്ഞ 9 വർഷമായിട്ട് ഞാൻ ഒരു പതിപ്പിന് കഥ അയക്കുന്നു, അവരൊരു മറുപടി പോലും തന്നില്ല. പുള്ളി ചിരിച്ചുകൊണ്ടൊരൊറ്റ പോക്ക. ഇപ്പം 10-12 വർഷമായിട്ട് അതുകൊണ്ട്. പക്ഷേ എൻ്റെ ലക്ഷ്യം എന്നാണെന്നറിയോ, അവരൊന്നും അവിടെ ആത്യന്തികമൊന്നും അല്ലെന്നേ, പക്ഷെ എൻ്റെ കഥ ആത്യന്തികമാണ്. ഞാൻ ഇനിയും എഴുതും. അവരുടെ ആരുടെ അപ്പൻ്റെ വകയൊന്നും അല്ലെന്നല്ലേ ഈ സംവിധാനങ്ങളൊന്നും. എഴുതാനുള്ള ഉത്തരവാദിത്തം എനിക്കുണ്ട്. അങ്ങനെ ഒരു പോരാട്ട വീര്യം കുറയുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്. കുറെ ആൾക്കാരെയൊക്കെ ചാരി നിന്ന് അവരിലൂടെ നൂണ് കയറാമെന്ന ഒരു ആഗ്രഹത്തോടെയുള്ള കുറച്ച് എഴുത്തുകാരെങ്കിലും കാണുന്നുണ്ട്. അവരോട് മാത്രമേ നമുക്ക് പുച്ഛമുള്ളൂ. അല്ലാതെ ഒറ്റയാൻ പോരാളികളോട് സത്യത്തിലൊരു വല്ലാത്തൊരു സല്യൂട്ട് അവർക്ക് കൊടുക്കാറുണ്ട്. ഇപ്പൊ ഈ ഞാൻ ചോദിച്ചല്ലോ, യുവതാര ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് ഒരു രതീഷിനെ കണ്ടില്ല എന്ന് പറയുന്നത് പോലെ തന്നെ ഇവിടുത്തെ സാഹിത്യ ലോകം ഭരിക്കാൻ കുറച്ച് ആളുകൾ ഉണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ? സാഹിത്യ ലോകത്ത് ഞങ്ങളാണ് സാഹിത്യ ലോകം ഭരിക്കുന്നത് എന്ന് തോന്നിയിട്ടുണ്ടോ? ഇഷ്ടം പോലെ ചില ആൾക്കാരൊക്കെ പറയുന്നത് ഞാനാണ് ഈ കഥ കണ്ടുപിടിച്ചെന്നുള്ള രീതിയിൽ സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്നും ഞാൻ ഒരാളെ കേട്ടു, നോവൽ എന്നുള്ള സാധനം അതിൽ നിന്ന് ഇന്ന അനുഭൂതി തരണം. ഇവർക്കും ആരാ ഈ കുത്തകയെന്ന് എഴുതി കൊടുത്തേ? ഇഷ്ടം പോലെ ഉണ്ട്. അത് ജാതിയുടെ കോക്കസ് ഉണ്ട്, പ്രാദേശിക കോക്കസ് ഉണ്ട്, രാഷ്ട്രീയ കോക്കസ് ഉണ്ട്, ഒക്കെ ഉണ്ട്. അതെല്ലാ കാലത്തും ഉണ്ട്. എല്ലാ കാലത്തും ഉണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടൊരു അവാർഡ് കൊടുത്ത കണ്ടപ്പോ അത് എൻ്റെ പ്രദേശത്തെ മനുഷ്യർ, എൻ്റെ പ്രദേശത്തെ എഴുത്തുകാരി എന്ന രീതിയിൽ കൊടുത്തത് എനിക്കറിയാം. പക്ഷേ അതെല്ലാ കാലത്തും ഉണ്ട്. നല്ല കഥയുണ്ടല്ലോ, ഇതിനെയൊക്കെ മറികടന്ന് നിൽക്കും. നല്ല കഥയ്ക്ക് ഇപ്പൊ വായിക്കപ്പെട്ടില്ല എന്ന് വരാം, നാളെ നമ്മളെ എന്ത് ചെയ്യും, അവർ കണ്ടെടുക്കുമെന്നേ, നമുക്ക് വേണ്ടിയിട്ട് അവർ ഉറക്കെ വാദിക്കുമെന്നേ. ആ വിശ്വാസം എനിക്കുണ്ട്. കാരണം ഈ കോക്കസ് ഇതൊക്കെ എന്ത് ചെയ്യും, പൊളിയും. പിന്നെ മദ്യ കമ്പനിയുടെ പേരിലൊക്കെ ഗംഭീര കോക്കസുകളുണ്ട്. അത് പക്ഷെ പെട്ടെന്ന് പൊട്ടിപ്പോകും. മറ്റേ ജാതിയൊക്കെ കുറച്ചു കാലം കൂടെ എന്ത് ചെയ്യും, നിൽക്കും. മദ്യ കമ്പനിയൊക്കെ പെട്ടെന്ന് പൊട്ടി, പിന്നെ അവളുടെ കഥ ഞാനാണ് എഴുതിയത്, അല്ല ആ കഥ ഞാൻ ഒക്കെ പുറത്തു വരും. പെട്ടെന്ന് എന്ത് ചെയ്യും, പുറത്തു വരും. ഇതൊക്കെ ഭയങ്കര പൊളിയുന്നുമുണ്ട്. പക്ഷെ ഇപ്പോഴും അതൊന്നുമല്ല, ഞാനൊക്കെ ഭയങ്കര നല്ല മനുഷ്യനാണ് എന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. നല്ല കൊണ്ടുണ്ട്. രാഷ്ട്രീയം, ജാതി, മതം, പ്രദേശം, അങ്ങനെ സുന്ദരം കോക്കസുകളുണ്ട്. അത് എല്ലാ കാലവും ഉണ്ട്. അത് തുടരട്ടെ. ഇപ്പം കുറെ വായന നടക്കുന്നുണ്ടല്ലോ. ഇപ്പൊ വായന നടന്നു, ഒത്തിരി പുസ്തകങ്ങൾ, പുതിയ പുസ്തകങ്ങൾ വായിച്ചതിൽ ഏറ്റവും ഇഷ്ടം തോന്നി, അതായത് പ്രിയപ്പെട്ട ഒരാളിതാണെന്ന് ഞാൻ ചോദിക്കുന്നില്ല, ഏറ്റവും ഇഷ്ടം തോന്നിയ ഒരു പുസ്തകത്തിന് അല്ലെങ്കിൽ കുറച്ച് പുസ്തകങ്ങളെ അല്ലെങ്കിൽ കുറച്ച് എഴുത്തുകാരെ പറയാവോ? അയ്യോ, അപ്പൊ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഏറ്റവും അവസാനം വായിച്ചു നടത്തിയത് മറിയ വെറും മറിയ, സന്ധ്യാമേരിന്റെ ആണ്. പിന്നെ രാജശ്രീ ടീച്ചറിന്റെ ആത്രേയം ഭയങ്കരമായിട്ട് ഏറ്റവും കൂടുതൽ വിറ്റുപോകുന്ന അല്ലെങ്കിൽ അഭിപ്രായം നല്ല ഭാഷയിൽ ആത്രേയം പിന്നെ ഭയങ്കരമായിട്ട് സ്വാധീനിച്ചു. അതുപോലെ തന്നെ മറ്റൊരു നോവല് പെട്ടെന്ന് അങ്ങോട്ട് മനസ്സിൽ വരുന്നില്ല. ഇപ്പൊ രസകരമായിട്ടുള്ള ഒരു അത്രേകത്തിന് തൊട്ട് മുന്നേ വായിച്ച ഒരു നോവൽ ഉണ്ടായിരുന്നു. പിന്നെ പറഞ്ഞാൽ മതിയല്ലോ, ഒരു നോവൽ ഗംഭീര, പൊനത്തിന്റെ ശേഷം മരണവംശം, പി വി ഷാജികുമാറിന്റെ മരണവംശം. അങ്ങനെ
ഗംഭീര അനുഭവങ്ങൾ. കഥാസമാഹാരത്തിൽ തന്നെ കഥാസമാഹാരത്തിലെ അപസർപ്പകൻ എൻ ഹരിയുടെ, അങ്ങനെ ഒരു പൊന്ത, പിന്നെ ജിൻഷ ഗംഗയുടെ ഓട, മൃദുലിന്റെ കുളൈ, സത്യം പറഞ്ഞാൽ അസൂയപ്പെടുത്തുന്നുണ്ട്. കാരണം ഇതൊക്കെ വായിച്ചു കഴിയുമ്പോൾ ഇതിന്റെ മേളിൽ നിൽക്കുന്ന ഒരു സാധനം എഴുതണമല്ലോ എന്നൊരാഗ്രഹം നമുക്ക് വരും. അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പുതിയ പുസ്തകമായ മാളം 5 എഡിഷൻസോളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ മാളം എന്ന് പറയുന്ന ഒരു പേര് കേൾക്കുമ്പം ശരിക്കും KS രതീഷിന്റെ പല ഫേസ്ബുക്ക് പോസ്റ്റുകളും വായിക്കുമ്പം ആ റൂം, അത് വായിക്കാൻ എടുക്കുന്ന സ്ഥലം, ഭാര്യ, കുട്ടികള്, ആ റൂമിന്റെ ഉള്ളിൽ വളരെ ബോട്ടിലാട്ട് ചെയ്തിരിക്കുന്ന കുറെ സ്ഥലങ്ങള്, ഇങ്ങനെയൊക്കെ കാണിക്കുന്നുണ്ട്. ശരിക്കും ഒരു മാളത്തിന് പുറത്തോട്ട് വരുന്ന, ഞാൻ എഴുതാൻ വേണ്ടി മാളത്തിനകത്ത് കയറി കഴിഞ്ഞു, മാളത്തിന് പുറത്തോട്ട് വരുന്ന ഒരു ഒരു ആളായിട്ട് തോന്നിയിട്ടുണ്ടോ? മാളത്തിന്റെ വേറൊരു വഴിയും കൂടെയാണ് കേട്ടോ. സത്യത്തില് നമ്മളെല്ലാം സുരക്ഷിതമായ ഓരോ മാളങ്ങളിലാണ്. നമ്മളുടെ കുറേ അതാരും അങ്ങനെ ഈ മാന്യതയുടെ മാളത്തിൽ ഒരു മനുഷ്യരും സുരക്ഷിതരല്ല. എപ്പോ പിടിക്കപ്പെടും എന്നൊരു പേടിയാ, എപ്പോ ഇത് പുകച്ച് നമ്മുടെ ഒറിജിനൽ സ്വഭാവത്തെ പുറത്ത് ചാടിക്കുമെന്ന ഭയത്തിലാണ് നമ്മൾ കഴിയുന്നത്. ഞാൻ ഈ കഥ എഴുതാൻ കാര്യം, എൻ്റെ ഒരു സുഹൃത്ത് അവർ പഠിപ്പിച്ച ഒരു കുട്ടിയായിട്ട് പ്രണയത്തിലായെന്ന് മാത്രമല്ല പോക്സോ കേസിലൊക്കെ ആയി. അവൻ നാട് വിട്ടുപോയി ഒളിച്ച് കഴിയാണിപ്പോൾ. പക്ഷെ അവൻ എൻ്റെ സുഹൃത്താണ്, അവൻ തെറ്റ് ചെയ്തു എന്നുള്ള സത്യമാണ്, അവൻ സുഹൃത്താണ്. അതുപോലെ തന്നെ കുറേ ആൾക്കാരിങ്ങനെ, ഞാൻ അവൻ്റെ ജീവിതത്തിലേക്ക് പോയി നോക്കിയപ്പോൾ കണ്ടൊരു കഥയാണ് ഇത്. അപ്പൊ അവൻ പറഞ്ഞൊരു ഡയലോഗാണ്, എടാ മാന്യതയുടെ മാളത്തിൽ ആരും സുരക്ഷിതരല്ല, അത് ഞാനായാലും നീ ആയാലും. എപ്പോൾ പിടിക്കപ്പെടും എന്നൊരു പേടി മാത്രമേ നമ്മുടെ തമ്മിലുള്ളൂ. ഞാൻ പിടിക്കപ്പെട്ടു, നീ പിടിക്കപ്പെട്ടിട്ടില്ല, അങ്ങനെ ഒരു വഴിയിലാണ്. പിന്നെ അത് മാത്രമല്ല, പലരും പറയാറുണ്ട് നീ ഇപ്പൊ നിന്റെ മാളത്തിലാണോ എന്ന് ചോദിക്കാറുണ്ട്. അതായത് എൻ്റെ ആ എഴുത്തുമുറിയെ എൻ്റെ ഭാര്യയും മാളമായിട്ടാ. ഇവള് പല ജോലിയും പറയുമ്പം അതിൽ നിന്ന് രക്ഷപ്പെടാനും ഞാൻ അതിനകത്ത് കയറിയിരിക്കാറുണ്ട്, ആ മാളത്തിലിരിക്കാറുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഭാര്യയോട് പിണങ്ങിയാൽ എൻ്റെ സുരക്ഷിത ഇടം മാളമാണ്. അത് മാത്രമല്ല, ഇപ്പം ഒരു നിരാശ വരുമ്പോൾ എൻ്റെ മോചന ഇടവും ഈ മാളമാണ്. എന്തെങ്കിലും എടുത്ത് വെച്ച് വായിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കഥയിൽ ഈ കഥ വലുതാക്കണമെന്ന് പറഞ്ഞാൽ കഥയും കൊണ്ടിരിക്കുക. അങ്ങനെ എൻ്റെ ഒരു മാളമായിട്ടും അതുണ്ട്. ഈ മാളം സത്യത്തിൽ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു മാളമാണ്. ഈ 9 പുസ്തകങ്ങളും ഇനി വരാനിരിക്കുന്ന കുറെ പുസ്തകങ്ങളും ഇനി ഒരുപാട് തലങ്ങളിലേക്ക് എത്തട്ടെ. അതേപോലെ തന്നെ KS രതീഷ് എന്ന് പറയുന്ന ആൾക്ക് ഇനി ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് പറയുന്നില്ല. കാരണം ആ ഉയരത്തിൽ തന്നെ ഒരു സീറ്റിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ആഘോഷിക്കപ്പെടട്ടെ. ഇപ്പൊ പറഞ്ഞതുപോലെ ഞാൻ ജനിച്ചതോ അല്ലെങ്കിൽ ജീവിച്ചതോ നടന്നു വന്നതോ എൻ്റെ യൗവനോ ഒന്നും ആരും അറിഞ്ഞിട്ടില്ല. പക്ഷെ എൻ്റെ ഒരു വളർച്ചയുടെ ഘട്ടം, അത് എൻ്റെ അവസാനം എന്ന് പറയുന്നുണ്ട്. അപ്പൊ ആ വളർച്ചയുടെ ഘട്ടം ആഘോഷിച്ച് മുന്നോട്ട് പോകട്ടെ എന്ന് പറയുന്നു.